ഒരുപാട് ഹേറ്റ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ സായിക്ക് നേരെ ഉയരുന്നുണ്ട്. സായി അതിനൊന്നും റെസ്പോണ്ട് ചെയ്തത് ഞാൻ കണ്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. പ്രത്യേകിച്ച് കമന്റ് സെക്ഷനിൽ സാധാരണ സായി എന്തെങ്കിലും കമന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാറെങ്കിലും ഉണ്ട്. റെസ്പോൺസും കാണുന്നില്ല. എന്താണ് അതിന് പിന്നിലുള്ള ഒരു കാരണം? എന്താണ്? എന്റെ ഔട്ട്ലുക്ക് എന്റെ സമപ്രായക്കാരായ മറ്റുള്ളവരെക്കാൾ വളരെ വ്യത്യസ്തമാണ്. പേഴ്സണൽ ഗ്രഡ്ജ് എന്നുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ, എടാ വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ, കേൾക്കാനുള്ള കൊതിയുണ്ട്. മൂവി റിവ്യൂ എന്ന് പറഞ്ഞ ആ ഒരു സെഗ്മെന്റിനകത്ത് ഏത് സിനിമ കണ്ടാലും ഞാൻ പറയുന്ന സെയിം എന്റെ അതേ പാറ്റേണിൽ സെയിം ഒപ്പീനിയൻസ് ആണ് ഞാൻ അതിലും പറഞ്ഞു വെച്ചത്. മാളിക റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു ചിക്കൻ പീസ് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. അത് സ്വാഭാവികമായും ട്രോൾ എന്ന ഒരു വീഡിയോയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് വരുമ്പോഴേക്കും ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റാണോ? ബന്നിന്റെ പീസ് കടിച്ചു പിടിച്ച് തിരിഞ്ഞിട്ട് പറയുന്ന ഡയലോഗ് ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളുടെ ചെവി കടിച്ചു പറിച്ചെടുത്താ പോകുന്നതാണ്. എനിക്ക് പേഴ്സണലി വയലൻസ് ഉള്ള സിനിമകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഇഷ്ടമായി. ആൻഡ് ഐ ആം ദ ഫസ്റ്റ് വൺ ടു സേ ഇതൊരു ബെഞ്ച് മാർക്കാണ്. അത് കുറച്ചുകൂടി എരികേറ്റി വിടാൻ ഉള്ള ഒരു സംഭവം സായിയുടെ റിവ്യൂവിലും ഉണ്ടല്ലോ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കൗതുക ലേശം കൂടുതലാണ്. ഏത് കോണ്ടന്റ് ചെയ്താലും ദ ഫസ്റ്റ് 10 to 15 കമന്റ്സ് കംസ് ലൈക്ക് മാർക്കോ 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 മാർക്കോ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സായി പറയുന്നത് പോലെ ഇപ്പൊ ആ റിവ്യൂവിന് താഴെ വരുന്ന എല്ലാ കമന്റ്സും അങ്ങനെ PR ആണെങ്കിൽ സോ വേർ ഇസ് യുവർ ഓഡിയൻസ്? സായിയുടെ ഓഡിയൻസ് അവിടെ വന്ന് റിയാക്ട് ചെയ്യേണ്ട ഒരു സമയം കൂടി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇപ്പൊ ഒരു സിനിമയുടെ റിവ്യൂവിന്റെ കോമന്റ്സിന്റെ എണ്ണം ആയിരിക്കില്ലല്ലോ ഒരു ജനറൽ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോഴുള്ള കോമന്റ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. അവന്റെ ഉള്ളിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഇങ്ങനെ ഒരു കാറ്റ് ആൻഡ് മൗസ് കളിയുടെ ആവശ്യമുണ്ടോ? ജനറൽ ഓഡിയൻസ് എന്ന് പറയുന്നത് സിനിമ ഓഡിയൻസും അല്ല, മനസ്സിലായോ? അവനെ അന്വേഷിച്ച് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇന്നാളെ അവനെ തല്ലാൻ കുറെ ആൾക്കാർ വന്നു. ഞാൻ ബേസ്ലെസ് ആയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. കണ്ടാലും തോന്നും